എന്റെ മക്കള് അപ്പൂന്റെയും ചിറുകണ്ഠന്റെയും പൊടോര കുഞ്ഞമ്പൂന്റെയും സോരയില. മറക്കണ്ട മക്കളെ, മറക്കണ്ട. മറക്കാൻ എന്തെളുപ്പാലേ, ഓർമ്മിക്കാനല്ലേ വിഷമം. തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. കൊളുത്തി നിങ്ങൾ തലമുറ തോറും കേടാത്ത കൈത്തിരി നാളങ്ങൾ. കൊളുത്തി നിങ്ങൾ തലമുറ തോറും കേടാത്ത കൈത്തിരി നാളങ്ങൾ. നിങ്ങൾ നിന്ന സമരാങ്കണഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി, നിങ്ങൾ നിന്ന സമരാങ്കണഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ വലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി. വന്നു ഞങ്ങൾ വലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി. ബലികുടീരങ്ങളെ, ബലികുടീരങ്ങളെ, സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ, ഇവിടെ ജനകോടികൾ ചാത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ബലികുടീരങ്ങളെ, ബലികുടീരങ്ങളെ, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ പ്രവിശ്യകൾ ചേർന്ന് ഇന്ന് 1956 നവംബർ 1 മുതൽ ഐക്യ കേരളം നിലവിൽ വന്നിരിക്കുന്നു. നിങ്ങളെന്താണ് കുറെ ചെറുപ്പക്കാരെ ഇവിടെ കൂടിക്കുന്നത്? നിങ്ങൾ ജാതിയിലേക്ക് ചേരി മക്കളെ, ചോറൊക്കെ വിളിക്കും മക്കളെ. നീ എന്താണ് ചെക്ക ഒറ്റക്ക വിളിക്കുന്നത്? ഇങ്ങോട്ട് കാണച്ചക്ക മോന ജാതിയിലേക്ക് ചേരണം. ചോറൊക്കെ വിളിക്കണം കേട്ടോ. ശല്യം നിങ്ങൾ അറിഞ്ഞോ മക്കളെ? നമ്മളെ ജയിച്ചടാ, നമ്മുടെ പാർട്ടി ജയിച്ചടാ. ഇനി ഈ നാട് നമ്മള് ഭരിക്കും, നമ്മുടെ പാർട്ടി ഭരിക്കും മക്കളെ. മോനെ അബു, സെൻട്രൽ ജയിലിന്റെ പുറമ്പോക്കിൽ ഉറങ്ങുന്ന നീ ഇതറിയുന്നുണ്ടോ മക്കളെ? അന്ന് നീ വിളിച്ചു പറഞ്ഞതൊക്കെ ഈ മണ്ണിൽ ഞമ്മള് നടപ്പാക്കും. അതെ, ഞമ്മള് നടപ്പാക്കും. അന്ന് ആ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിടത്തോളം ആവേശപൂർവമല്ലാതെ നിരാശാപൂർവം നോക്കിക്കണ്ടിരുന്ന ഒരേ ഒരു ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധിയായിരുന്നു. എന്തുകൊണ്ട്? ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് എന്ത് സ്വപ്നമാണോ അദ്ദേഹം കണ്ടത്, ആ സ്വപ്നമെല്ലാം പൊലിഞ്ഞുകൊണ്ടാണ് ഓഗസ്റ്റ് 15-ന് ഡൽഹിയിൽ നിന്ന് യൂണിയൻ ജാക്ക് താഴെ പോയി ദേശീയ പതാക ഉയർത്തത്. അതിൽ അദ്ദേഹം അങ്ങേയറ്റം ദുഃഖിതനായിരുന്നു. എന്തുകൊണ്ട് ദുഃഖിതനായി?
ഇന്ത്യയെ വെട്ടിമുറിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഖാക്കളെ, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കേരള മുഖ്യമന്ത്രി സഖാ VMS പ്രസംഗിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ഞങ്ങൾക്ക് പൊരുത്തപ്പെടാനാവാത്ത ഒരു സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടി വരുന്നത് കൊണ്ടുള്ള പരിമിതികൾ ഞങ്ങളെ വീർപ്പുമുട്ടിക്കുന്നുണ്ട്. എങ്കിലും പാവപ്പെട്ടവർക്കും തൊഴിലാളി കർഷകാദി ബഹുജനങ്ങൾക്കും പരമാവധി ആശ്വാസം നൽകുന്ന നടപടി എന്റെ ഗവൺമെന്റ് സ്വീകരിക്കും. 3 അടിക്കല്ലുകളിലാണ് നാം കേരളത്തെ പുതുക്കിപ്പണിയുക: ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ പരിഷ്കരണം, അധികാര വികേന്ദ്രീകരണം. എത്ര തിരിച്ചടികൾ നേരിട്ടാലും എത്ര പിറകോട്ടടിക്കപ്പെട്ടാലും നമ്മളത് പൂർത്തിയാക്കും. വിദ്യാഭ്യാസ ബന്ധ നിയമം, ഭൂപരിഷ്കരണ നിയമം, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, VMS സിന്ദാബാദ്, VMS സിന്ദാബാദ്, VMS സിന്ദാബാദ്, VMS സിന്ദാബാദ്. ചിറയിൽ നിന്നു കൊളുത്തിയ ബന്ധങ്ങൾ, ആയിരമായിരമായി താളിപ്പടർന്ന ബന്ധങ്ങൾ. അമർന്നുകത്തും ചിറയിൽ നിന്നു കൊളുത്തിയ ബന്ധങ്ങൾ, ആയിരമായിരമായി താളിപ്പടർന്ന ബന്ധങ്ങൾ. ചോരക്കുഴലുകൾ മുറിഞ്ഞു മണ്ണിൽ പിടഞ്ഞ നേരത്തും പാടി ഞങ്ങൾ വിമോചനത്തിൻ സംഗമഹാഗീതം. സഖാക്കളെ, സഖാ